250 മീറ്റർ പൊഴിയാ, പക്ഷേ ഇത്തവണ 100 മീറ്ററേ മാറ്റിയുള്ളൂ. വെള്ളം ഇറങ്ങിപ്പോകാൻ മാർഗ്ഗമില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഈ സമയത്ത് ഇത് പറയാൻ കാരണം ഇനിയും ഉണ്ടാവരുത് എന്നർത്ഥത്തിലാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനം മനസ്സിലാക്കണം, നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്ന കണക്കൊക്കെ തെറ്റാം. മഴയുടെ ഉൾപ്പെടെ ഇവർ പറയുന്ന കണക്കൊക്കെ തെറ്റാം. പക്ഷെ അത് ഞാൻ ഈ സമയത്ത് പറയാൻ ആധികാരികമായി നിങ്ങളൊരു അന്വേഷണം നടത്തുക. ഏതൊക്കെ മാർഗത്തിലൂടെ മഴയുടെ കണക്കെടുക്കാം, അവിടെ ഇവർ പറയുന്ന കണക്ക് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഇതിന് ശേഷമായാലും ഈ ഡാമിൻ്റെ സംവിധാനവും ഈ മഴയുടെ കണക്കുമെല്ലാം മാധ്യമ പ്രവർത്തകർ തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. ഓരോ ഡാമിൻ്റെ കണക്കും അത് പുറത്തു വരുന്നതും മഴമാപിനിയിൽ അളവ് രേഖപ്പെടുത്തിയതുമെല്ലാം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്ക് ഇത് ഭാവിയിലും ആവർത്തിക്കരുത്. ഏത് സമയം ഇങ്ങനെ വെള്ളം വന്ന് കയറിപ്പോകും. വെള്ളം വന്ന് കയറിപ്പോകുമ്പോൾ ജനപ്രതിനിധികളാവട്ടെ ഇങ്ങനെ ആളുകൾ വന്നു കുറേ ഷോ കാണിച്ചു പോയതുകൊണ്ട് അർത്ഥമില്ലല്ലോ. നമുക്ക് ശാശ്വതമായ മാർഗം വേണ്ടേ? ശാശ്വതമായ മാർഗം നമുക്ക് സ്വീകരിക്കപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണം. എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. തീർച്ചയായും ഇപ്പോൾ അവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് മന്ത്രിമാർ വരുന്ന യോഗത്തിൽ എത്തപ്പെടാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയുന്നില്ല. ഇടിയാണ്. മണ്ഡലം പ്രസിഡന്റ് തൊട്ട് DCC സെക്രട്ടറി വരെ മുഴുവൻ ആളുകളുടെ ഇടിയാണ്. അദ്ദേഹം അങ്ങനെ ഇടിച്ചു മുമ്പിൽ കയറി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ഈ കാര്യത്തിൽ മാത്രം. ഞാൻ ചോദിച്ചോട്ടെ, ഇൻഫർമേഷൻ്റെ പേജുണ്ടല്ലോ, മാധ്യമങ്ങളെ അറിയിക്കേണ്ട ഈ പ്രളയത്തിൻ്റെ അറിയിപ്പ് വന്ന് ആ പേജിലെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ? ഇപ്പം ജില്ലയുടെ മന്ത്രി, ചാർജുള്ള മന്ത്രി ഇവിടെ വന്ന് ആറന്മുള ഗസ്റ്റ് ഹൗസ് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഓൺലൈനിലെങ്കിലും എല്ലാ ദിവസവും ഒരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടേ? ഓൺലൈനിലെങ്കിലും യോഗം അതിലല്ലേ കോർഡിനേഷൻ. ആറന്മുള ഗസ്റ്റ് ഹൗസ്, കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസ് ഇരുന്ന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അപ്പോൾ അതിനകത്ത് നമ്മൾ പരാതികൾ പറയാം, കേൾക്കാം, ഇടപെടാം, തീരുമാനങ്ങൾ എടുക്കാം. അപ്പം അതിനൊന്നും ശ്രമിക്കാതെ കേവലം മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഹസനം കാട്ടുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം ശ്രമിച്ചത്. ഒരു കോർഡിനേഷനും ഇല്ല. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. ഡാമുകളുടെ സംഭരണശേഷി, അതിൻ്റെ സ്ഥിതി, മഴയുടെ സാധ്യത, ഇത് രണ്ടും കൂടി മാത്രമെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് ആ വെള്ളം പകൽ സമയത്ത് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ലല്ലോ. ഈ പ്രശ്നമേ ഉണ്ടാകുമോ? ഈ പ്രശ്നമേ ഉണ്ടാവില്ല. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന പകുതി ആൾ മറ്റു വീടുകളിലേക്കൊക്കെ, ബന്ധുവീടുകളിലേക്ക് മാറുക. ക്യാമ്പെന്ന് പറയുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പിലേക്ക് ആളുകൾ വന്നത്. എല്ലാ സൗകര്യങ്ങളും എടുക്കുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളും എല്ലാ സൗകര്യങ്ങളും എടുക്കുക എന്ന സങ്കല്പത്തിലാണ് വന്നത്. ഇപ്പം നാട്ടുകാരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. 150 എന്ന് പറയുമ്പോൾ 400-500 ആളുകൾ 2 ടോയ്ലറ്റും 3 ടോയ്ലറ്റും ഉള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പോലും രാഷ്ട്രീയം. മുമ്പൊക്കെ നമ്മളെങ്ങനെയാ, എവിടെയൊക്കെ സൗകര്യമുണ്ടോ എല്ലാ സൗകര്യത്തിലും ഒരുക്കും. കോൺഗ്രസിൻ്റെ ആഫീസിലൊരുക്കും, CPM-ൻ്റെ ആഫീസിലൊരുക്കും. അതൊന്നും അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. സൗകര്യമാണെങ്കിൽ 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5, അവരെയൊക്കെ സുരക്ഷിതരാക്കുക. ഇപ്പം അതുപോലും പ്രശ്നമാണ്. എല്ലാം തികച്ചും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നു. ക്യാമ്പുകളിലെ ആളുകളുടെ എല്ലാം വളരെ ദുരിതപൂർണ്ണമാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പാവപ്പെട്ടവരുണ്ടല്ലോ, പല സാധനങ്ങൾ സംഘടനകൾ കൊണ്ട് കൊടുക്കും. ആദ്യത്തെ ദിവസം തീരുമാനം എടുത്താവുന്നു അങ്ങനെ കൊടുക്കേണ്ട, ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇങ്ങ് തന്നാൽ മതി, ഞങ്ങളിവിടെ കൂട്ടിയിട്ടേക്കാം. ആളുകൾക്ക് മനസ്സിലായതെല്ലാം അവിടെ കൂട്ടിയിട്ടേക്കുന്നേ ഉള്ളൂ, ക്യാമ്പിലെത്തുന്നില്ല. പിന്നെ ധാരാളം സംഘടനകൾ ഇപ്പോൾ
കൊണ്ടുപോയി ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. അതിനെപ്പോലും വേണ്ട എന്നാണ് അതിനുപോലും അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവർക്ക് ഏതെങ്കിലും മാർഗത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അവർ പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല മുമ്പ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി ഓഫീസ് അവിടെ 10 ആളിനെ താമസിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു ക്യാമ്പായി കൊടുക്കാൻ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ തിരുവല്ലയിലൊക്കെ പലയിടത്തും ആളുകൾ മുമ്പത്തെ ഒരു ധാരണ വെച്ച് CPM ഓഫീസ് ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ്, അവിടേക്ക് താമസിക്കാമെന്ന്. അതൊന്നും ക്യാമ്പല്ല. അവിടെ ക്യാമ്പ് താമസിച്ചാൽ ഒരാനുകൂല്യവും കിട്ടില്ല. എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നാൽ സൗകര്യം ഒരുക്കേ, പക്ഷെ അതൊരുക്കുന്നില്ല. അപ്പോൾ അതാണ് സ്ഥിതി. വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ്, വളരെ മോശപ്പെട്ട. ഒരിക്കലും നമുക്ക് മാനസികമായി അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. നിങ്ങൾ പലരും എന്നെ ആദ്യഘട്ടമൊക്കെ വിളിച്ചു, ഒരു പ്രതികരണം എന്താ? ഞാനപ്പോൾ എന്താ പ്രതികരിക്കാഞ്ഞത്? അതൊരു ദുരന്തമുഖത്താണ്. ആ ദുരന്തമുഖത്ത് നമുക്ക് കൂട്ടായി നിന്ന് അതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ എനിക്കും പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ അവർ തീർത്തും അവഗണന മാത്രമല്ല, നമുക്ക് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിനോട് നീതി പുലർത്തണ്ടേ. ഇപ്പോൾ രാജു എബ്രഹാം ഡാം തുറന്നു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ നിന്ന് അദ്ദേഹത്തെ ചീത്ത വിളിക്കുക, അത് ശരിയാണോ? അല്ല, എല്ലാത്തിനെയും അദ്ദേഹം പരിഹസിക്കുകയാണല്ലോ. അദ്ദേഹം സത്യത്തിൽ ജനം അദ്ദേഹത്തിൻ്റെ ഒരു കാപട്യ മുഖം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇൻവെസ്റ്റർ പ്രയോഗത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോയത് ഹെലികോപ്റ്റർ കയറി, അദ്ദേഹം ഇറങ്ങിയത് എവിടെയാണെന്നും പിന്നെ ഏത് വീട്ടിലാണ് പോയതെന്നും ആ വീട്ടിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോയതെന്നും ഒക്കെ, ആശുപത്രിയിൽ പോയതും എല്ലാം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ കാണാൻ പോയതാണെന്നും എവിടെ, ആ സമയവും എല്ലാവർക്കും അറിയാം. അതുപോലും നുണ പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ നുണയ്ക്കുള്ള നോബൽ സമ്മാനത്തിന് അദ്ദേഹം അർഹനായി.